അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് അപ്പുറത്തുള്ള ഒരു സെൻസറിംഗ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത അപേക്ഷയിന്മേൽ കൊടുക്കില്ല എന്നാണ് ആദ്യം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്ത അപ്പീലും പിന്നീട് കമ്മീഷനിൽ രണ്ടാം അപ്പീലും കൊടുത്ത മാധ്യമപ്രവർത്തകരുൾപ്പെടെയുള്ള അപേക്ഷകർക്ക് കമ്മീഷൻ ഈ കാര്യം വിശദമായി പരിശോധിക്കുകയും അതിനകത്ത് ഏതൊക്കെ പാരഗ്രാഫുകളാണ് കൊടുക്കാൻ നിയമപ്രകാരം ബുദ്ധിമുട്ടുള്ളതെന്ന് കണ്ടെത്തുകയും എന്നാൽ സ്വകാര്യതയുടെ പ്രശ്നമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഭാഗം കൊടുക്കണ്ടെങ്കിൽ അത് കൊടുക്കണ്ട, അത് തീരുമാനിക്കാനുള്ള അവകാശം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്തുകൊണ്ടാണ് ആ വിധിന്യായം പുറത്തു വരുന്നത്. ആ വിധി വന്നതിന് ശേഷം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്വം ഏതൊക്കെ പാരഗ്രാഫുകളിലാണ് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത്, കൊടുക്കാൻ നിയമപരമായി പാടില്ലാത്തത്, അതിൻ്റെ കാര്യകാരണ സഹിതം ആ ലിസ്റ്റ് എഴുതി ഏതൊക്കെ പേജുകളിൽ ഏതൊക്കെ പാരഗ്രാഫുകൾ കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് ഒരു ഉത്തരവ് അതൊരു തീരുമാനമായി എടുക്കുകയും അതൊരു ഉത്തരവായി ഇറക്കുകയും ആ കാര്യം അപേക്ഷകരെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. അത് ചെയ്ത ഘട്ടത്തിൽ ഇല്ലാത്ത ഒരു തീരുമാനമാണ് 96-ാം പാരഗ്രാഫിന് ശേഷമുള്ള 10 പാരഗ്രാഫുകൾ, 107 വരെയുള്ള പാരഗ്രാഫുകൾ, 11 പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കെട്ട് അപേക്ഷകർക്ക് നൽകുന്നത്, മാധ്യമങ്ങൾക്കുൾപ്പെടെ അത് കിട്ടുന്നത്. അപ്പോൾ ജൂലൈ മാസം 18-ാം തീയതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇതെല്ലാം പരിശോധിച്ചെടുത്ത തീരുമാനത്തിൽ കൊടുക്കാം എന്ന് കണക്കാക്കിയ 97 മുതൽ 108 വരെയുള്ള പാരഗ്രാഫുകളിൽ ഈ ഉത്തരവ് വന്ന ശേഷം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇത് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. ആ ഒരു മാസത്തിനുള്ളിൽ ഇത് കൊടുക്കണ്ട എന്ന തീരുമാനമുണ്ടാവുന്നു, അത് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനം പോലും ഇത് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവുന്നില്ല. മറിച്ച് ഒരു ഉത്തരവിട്ട് കൊടുത്തു എന്ന് പറയുകയും കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. മന്ത്രി രാജീവ്, വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത്, അക്കാര്യം അങ്ങനെ തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുകയില്ലേ? ആ തലത്തിൽ ആ വിവരങ്ങൾ അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതേത് തലത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എന്ത് പരിശോധനയാണ് ഗവൺമെൻറ് നടത്തിയത്? ഗവൺമെൻറ് എന്തെങ്കിലും എൻക്വയറി ഓർഡർ ഇട്ടോ? എനിക്കറിയില്ല. ശ്രീ പി രാജീവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും എൻക്വയറി നടത്തിയോ? ഇതിനകത്ത് ഒരാളെ അപ്പോയിൻ്റ് ചെയ്ത് ഇത് ആരാണ് ഈ വീഴ്ച നടത്തിയതെന്ന് കണ്ടുപിടിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുക? എനിക്കറിയില്ല. എനിക്കറിയാവുന്ന റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ചോ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചോ ഒരു മന്ത്രിക്ക്, അതും ആ വകുപ്പിൻ്റെതല്ലാത്ത മറ്റൊരു മന്ത്രിക്ക് വളരെ പെട്ടെന്ന് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മാത്രം എടുത്ത എന്തെങ്കിലും തീരുമാനമാണോ എന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാളെ ഒരു കേസ് വന്നാലും നാളെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി വന്നാലും അത് അവർ തന്നെയാണ് നേരിടേണ്ടത്. കാരണം അവരെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു അട്ടിമറി നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിവരാവകാശ നിയമത്തിന് വേണ്ടിയും അതിൻ്റെ നടപടികൾക്ക് വേണ്ടിയും നമ്മൾ ദീർഘകാലമായി നടത്തിയ പോരാട്ടം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നടത്തിയ വലിയ നിയമ പോരാട്ടങ്ങൾ, അതിനൊക്കെ അപ്പാടെ റദ്ദാക്കുകയും അതൊക്കെ ഒരു ജലരേഖയാക്കി മാറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു നടപടിയല്ലേ അത്തരത്തിൽ വിവരങ്ങൾ പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സംഭവിച്ചത്? അല്ല, വാസ്തവത്തിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കില്ല എന്ന് പറഞ്ഞ പാരഗ്രാഫുകൾ, ആ പാരഗ്രാഫുകൾ തരില്ല എന്ന് പറഞ്ഞ് ബാക്കിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ടൊരു അപ്പീൽ, 1-ാം അപ്പീൽ കൊടുക്കാൻ വ്യവസ്ഥ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് ആരും അത് കൊടുക്കാതിരുന്നത്. ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ അവർ മാറ്റിവെച്ച ബാക്കി പാരഗ്രാഫുകളുടെ കാര്യത്തിൽ കൂടി ഈ സംശയം വളരെയധികം ബലപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അത് പ്രൈവസി ഇൻവോൾവ്ഡ് ആണോ? കാരണം ഇപ്പോൾ 96-ാമത്തെ പാരഗ്രാഫ് കൊടുക്കരുതെന്നാണ് ഉത്തരവ്. എന്നാൽ 96-ാമത്തെ പാരഗ്രാഫ് നമ്മളെല്ലാം വായിച്ചല്ലോ. അതിനകത്ത് എവിടെയും പ്രൈവസി ഇൻവോൾവ്ഡ് അല്ലല്ലോ.
അപ്പോൾ അത്തരം കാരണങ്ങൾ പറഞ്ഞ് മറച്ചു വയ്ക്കുന്ന പാരഗ്രാഫുകളിൽ പലപ്പോഴും ജനങ്ങൾ അറിയേണ്ടവയും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പ്രൈവസി ഇല്ലാത്ത ചില പാരഗ്രാഫുകളാണ്. അപ്പോൾ ആ പാരഗ്രാഫുകൾ മറച്ചു വയ്ക്കപ്പെട്ട പാരഗ്രാഫുകളെ സംബന്ധിച്ച് ഇനി ഒരു അപ്പലേറ്റ് അതോറിറ്റിയോ അല്ലെങ്കിൽ അതിന് മുകളിൽ കമ്മീഷനോ വീണ്ടും പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ പ്രോസസ്സിനെ മുഴുവൻ ഒരുതരം മോക്കറിയാക്കുന്ന, കളിയാക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ സർക്കാരിൽ നടന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥയ്ക്ക് പറ്റുന്ന ഒരു പിഴവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഗൗരവത്തോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് കമ്മീഷൻ വരെ പോയി. ഇത് വളരെ ഈ വിവേചനാധികാരത്തോടെ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമായ അതിന്റെ അധികാരം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് മാത്രമായ അധികാരം നിജപ്പെടുത്തുന്നതിന്റെ ഒരു പ്രശ്നം അതിലില്ലേ? അങ്ങ് പറഞ്ഞതുപോലെ ഇതിലൊരു അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനിക്ക് വേണ്ടി ഇതിൽ ഏതൊക്കെ വിവരങ്ങൾ പുറത്തു വരാമെന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുള്ള ജനങ്ങളോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിക്കായിരുന്നെങ്കിലോ? അല്ല, വാസ്തവത്തിൽ ഈ ആക്ട് പ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്നെയാണ് ഈ വിവരം പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അതിൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടതും. അതിനകത്ത് സർക്കാർ ഇടപെടുന്നതാണ് കുഴപ്പം. സർക്കാർ അതിനകത്ത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇപ്പോൾ തുടക്കത്തിൽ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സർക്കാരാണ്. അത് ഒരു പക്ഷേ LDF സർക്കാർ വന്ന അന്ന് മുതൽ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി സ്കീമുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയാൽ അത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തുമുണ്ട്. അതായത് നിയമം ഒരാളെ ചുമതലപ്പെടുത്തി ഒരു കാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഏറ്റുവാങ്ങാൻ ഒരു ഉദ്യോഗസ്ഥരെ നമ്മൾ വെച്ചാൽ അയാൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ സർക്കാർ ഇതിൻ്റെ പുറത്ത് തീരുമാനം എടുക്കുന്നു. ഇതിൽ സത്യത്തിൽ ഈ ഒരു വിവരാവകാശ പ്രകാരം എടുക്കുന്ന തീരുമാനത്തിന് ക്യാബിനറ്റിന് ഇടപെടാൻ അധികാരമില്ല, മന്ത്രിസഭയ്ക്ക് മന്ത്രിമാർക്ക് ഇടപെടാൻ അധികാരമില്ല, സെക്രട്ടറിമാർക്ക് ഇടപെടാൻ അധികാരമില്ല. ആ വകുപ്പിലെ ഒരാളും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഇടപെടാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞ തീരുമാനം മുതൽ ഇപ്പോഴുള്ള തീരുമാനം വരെ സത്യത്തിൽ ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കേണ്ടതാണ്, അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത് സർക്കാരാണെന്ന് പറയുന്നു. സർക്കാരാണെങ്കിൽ ഈ പ്രോസസ്സ് അട്ടിമറിക്കുകയാണ്. അപ്പോൾ ഈ അട്ടിമറിച്ച പ്രോസസ്സിൻ്റെ ഉത്തരവാദിത്തം എന്താ സർക്കാർ ഏക്കാത്തത്? വാസ്തവത്തിൽ ഇതൊന്നും നമുക്കറിയാവുന്നതുപോലെ, ഇപ്പോൾ എനിക്കും മാധുവിനും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റുമായി ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഭരണതലത്തിലെടുക്കുന്ന തീരുമാനങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡം ചുമക്കാൻ നിർബന്ധിതരായി തീരും ഇത്തരം ഉദ്യോഗസ്ഥർ. അവർ പലപ്പോഴും ഒരു അന്വേഷണം വന്നാൽ അവർ സറണ്ടർ ചെയ്യുകയും അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യും. അത് പണ്ട് കാലത്ത് വെടിവെച്ച് നക്സലുകളെ കൊല്ലുമ്പോൾ ഭരണകൂട താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നതെങ്കിലും ജയിലിൽ പോകുന്നത് പോലീസുകാരാണെന്ന് പറഞ്ഞതുപോലെ ഇത്തരമൊരു വിക്ടിംസ് എല്ലാ മേഖലയിലും ഉണ്ടാവും. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ കമ്മിറ്റിയാണ് ഇതിൻ്റെ വിഷയങ്ങൾ പരിശോധിച്ചതെന്ന് മന്ത്രി പറയുകയുണ്ടായി. എക്സ്ട്രാ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു പരിശോധനയും ഇക്കാര്യത്തിൽ നടത്താൻ പറ്റില്ല. ഈ കാര്യത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞ വിഷയം ഒരു മൈൻഡ് അപ്ലൈ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. അങ്ങാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇത്തരത്തിലൊരു സംശയം മുന്നോട്ട് വെച്ചത്. അതിൽ അങ്ങ് തന്നെ പറയുന്നുണ്ട്, ഇത്രയും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിൽ ഉത്തരവിന് വിരുദ്ധമായ എന്തെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി, പൊതുസമൂഹത്തിന് ജാഗ്രത കുറവുണ്ടായി, പരാതിക്കാർക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതൊക്കെ ആ വിവരം പുറത്തു വരാനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത എന്ന നിലയിൽ അങ്ങയുടെ ആ വിമർശനം വളരെ കാര്യക്ഷമമായി പരിഗണിക്കപ്പെടേണ്ടതുമാണ്.